ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനായിട്ടാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് 6 മണിയുടെ കൊല്ലം മെമുവിന് കയറിയിട്ട് ഞാൻ എറണാകുളം വരാറാണ് പതിവ്. അപ്പം നമ്മുടെ തിങ്കളാഴ്ച ദിവസം ഒന്നും നമുക്കിരിക്കാൻ ഒട്ടും സ്ഥലം കിട്ടത്തില്ല. അതാണ് പ്രശ്നം. നമ്മുടെ അമ്മമാരാണെങ്കിലും നമ്മളാണെങ്കിലും രാവിലെ എണീച്ച്, നല്ല വെയിലാട്ടോ, രാവിലെ എണീച്ചുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, രാവിലെ എണീച്ച് കുറേ അടുക്കളയിൽ കയറി കഷ്ടമൊക്കെ പെട്ട് അത് കഴിഞ്ഞ് ട്രെയിനിൽ വരുമ്പോഴത്തേക്കിന് ഇരിക്കാൻ സീറ്റ് കിട്ടാത്ത സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഭയങ്കര അൺസഹിക്കബിൾ അല്ലേ? ഇപ്പോൾ രാവിലത്തെ ഈ കൊല്ലം മെമുവിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇറങ്ങിപ്പോകുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൃപ്പൂണിത്തുറയാണ്. ഈ തൃപ്പൂണിത്തുറയിലായിരിക്കും ഒരു ട്രെയിനിൽ 1000 പേരുണ്ടെങ്കിൽ ഒരു 900 പേരും തൃപ്പൂണിത്തുറയിലായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ എനിക്ക് തൃപ്പൂണിത്തുറയിൽ ഇറങ്ങുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ അമ്മമാരാണെങ്കിലും, ഇപ്പം എൻ്റെ കാര്യം പറയാനുള്ളത്, ഞാനൊരു ദിവസം ചങ്ങനാശ്ശേരിയിൽ നിന്ന് കയറിയിട്ട് എറണാകുളം വരെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറ വരെ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാലൊക്കെ അങ്ങ് കഴയ്ക്കും. നമുക്ക് പിന്നെ ഭയങ്കര നടുവിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആവും. അപ്പോൾ നമ്മുടെ പേരൻസും ആരാണെങ്കിലും രാവിലെ എണീച്ച് കഷ്ടപ്പെട്ടിട്ട് വരുന്നവരല്ലേ. അപ്പോൾ ഈ ചിലരൊക്കെ ട്രെയിനിൽ കയറിയിരുന്ന് അങ്ങ് ഉറങ്ങുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ തൃപ്പൂണിത്തുറയിലായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇറങ്ങുന്നത്. ഈ തൃപ്പൂണിത്തുറയിൽ ഇറങ്ങുന്നവർ ഒരു 2 സ്റ്റോപ്പ് മുന്നേ വെച്ചെങ്കിലും അവരൊന്ന് സീറ്റിൽ നിന്ന് എണീച്ച് തരുവാണെങ്കിലേ, അങ്ങ് മാവേലിക്കര, തിരുവല്ല, ചെങ്ങന്നൂർ, ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് കയറിയിട്ടും സീറ്റ് കിട്ടാതെ നിൽക്കുന്ന തൃപ്പൂണിത്തുറ വരെ എന്ന് പറയുമ്പോൾ ഒരു 1.5-2 മണിക്കൂർ സ്റ്റിൽ ഇങ്ങനെ തന്നെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പം കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ എന്ന് ഞാൻ പറയില്ല. നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ, നമ്മൾ തന്നെ അങ്ങനെ നിൽക്കുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾ തൃപ്പൂണിത്തുറയിൽ ഇറങ്ങുന്നവരാണെങ്കിൽ, കൊല്ലം മെമുവിൻ്റെ മാത്രം കാര്യമല്ല പറയുന്നത്, നിങ്ങൾ ഏത് ട്രെയിൻ ആണെങ്കിലും തിരക്ക് ഭയങ്കര കൂടുതലാണ്. ഇരിക്കാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടെങ്കിൽ, തിരക്ക് ഭയങ്കര കൂടുതലാണ്, ഒരുപാട് നേരം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു 2 സ്റ്റോപ്പ് മുന്നെങ്കിലും എണീച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്ക് അത്രയും ആശ്വാസമായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ പറയാനായിട്ടാണ് ഇത്ര വന്നത്. ഇപ്പം ഈ കൊല്ലം മെമുവിലോ അല്ലെങ്കിൽ പാലരുവി, ഇങ്ങനെ ഒരുപാട് സൈഡിലോട്ട് പോകുന്ന ഒരുപാട് ട്രെയിനുണ്ട്. ഇപ്പം നിങ്ങൾക്കും ഇതേപോലെ ഒരു ഫീല്, ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്കും ഇപ്പം പലവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെ 2 സ്റ്റോപ്പ് മുന്നേ ഇറങ്ങുവാണെങ്കിൽ നല്ലതാണ് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് അവർക്ക് 1-2 ആൾക്കാരോട് പറയാൻ പറ്റും. ഈ 900 പേരൊക്കെ ഉള്ളപ്പം അവർക്ക് പറയുന്നൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ആ ട്രെയിനിൽ തന്നെ പാസ് ചെയ്യുന്ന ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒന്നും ഇടണ്ട. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾ അടുത്തൊരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.